എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റായ സമവാക്യ പരിഹാരം, അതായത് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് എന്ന പാഠഭാഗത്തിലെ പേജ് 92-ലെ 3ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കാദ്യം ചോദ്യം വായിക്കാം. ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള ഒരു ക്ലാസ്സിൽ 50% പെൺകുട്ടികളാണ്. 10 പെൺകുട്ടികൾ കൂടി വന്നപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 60%. ക്ലാസ്സിൽ ആദ്യം എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ളൊരു ക്ലാസ്സാണ്. അതിൽ 50% പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ പകുതി കുട്ടികൾ പെൺകുട്ടികൾ, പകുതി ആൺകുട്ടികൾ. അതായത് 40 കുട്ടികളുണ്ടെങ്കിൽ 20 പെൺകുട്ടികൾ, 20 ആൺകുട്ടികൾ. 60 കുട്ടികളുണ്ടെങ്കിൽ 30 പെൺകുട്ടികൾ, 30 ആൺകുട്ടികൾ. അതാണ് ഇവിടെ 50% പെൺകുട്ടികളെന്ന് പറയുന്നത്. പിന്നെ എന്താണ്, 10 പെൺകുട്ടികൾ കൂടി വന്നു. അപ്പം പിന്നെയും വന്നു ചേർന്നത് 10 പെൺകുട്ടികൾ തന്നെ. അപ്പോൾ പെൺകുട്ടികളുടെ എന്തായി? കൂടി അല്ലേ? പെൺകുട്ടികളുടെ എണ്ണം കൂടി. 10 പെൺകുട്ടികൾ കൂടി വന്നപ്പോൾ ഈ 50% എന്നുള്ളത് കൂടി എത്രയായി മാറി? 60%-ആയി മാറി. 50% എന്നുള്ളത് 60%. അതായത് പകുതിയിൽ കൂടുതൽ ഇപ്പം ആരായി മാറി? പെൺകുട്ടികളായി മാറി. ആൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞു, പെൺകുട്ടികളുടെ എണ്ണം കൂടി. എങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? ആദ്യം എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? ഇപ്പം പെൺകുട്ടികൾ വന്ന് ചേർന്നല്ലോ. അതിനു മുമ്പേ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? അപ്പം കുട്ടികളുടെ എണ്ണം നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. കുട്ടികളുടെ എണ്ണം എക്സ്. ഇതിൽ 50% പെൺകുട്ടികളാണ്. അപ്പം മൊത്തം കുട്ടികളുടെ എണ്ണം എക്സ്. പെൺകുട്ടികളുടെ എണ്ണം ഈ എക്സിൻ്റെ 50%. പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? ഇതിൻ്റെ പകുതി, 50%. എക്സിൻ്റെ 50% ഇതാ. എക്സിൻ്റെ 50%. പെൺകുട്ടികളുടെ എണ്ണം എക്സിൻ്റെ 50% സമം എക്സ് ഇൻറ്റു 50/100. 50% എന്ന് പറയുമ്പോൾ 50/100. നമുക്കിതിനെ ചെറുതാക്കാം അല്ലേ? 0, 0, 5 ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം. അപ്പം 1/2x എന്ന് കിട്ടും. 1/2x. അപ്പോൾ 1 നമ്മൾ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ പോയിന്റ് കൊടുക്കുക. 0, i2 10. 0.5x എന്ന് കിട്ടും. എന്താ കിട്ടും? ഫ്രാക്ഷനെ മാറ്റി നമുക്ക് ദശാംശം ആക്കുകയാണെങ്കിൽ 0.5x പെൺകുട്ടികളാണ്. മൊത്തം കുട്ടികൾ എക്സ് ആണ്. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 0.5x ആണ്. പിന്നെ 10 പെൺകുട്ടികൾ കൂടി വന്നു ചേർന്നു. അപ്പം 10 പെൺകുട്ടികൾ വന്നു ചേരുമ്പോൾ മൊത്തം കുട്ടികളുടെ എണ്ണവും കൂടും, പെൺകുട്ടികളുടെ എണ്ണവും കൂടും. എന്താണ്? മൊത്തം കുട്ടികളുടെ എണ്ണവും കൂടും, പെൺകുട്ടികളുടെ എണ്ണവും കൂടും. 10 പെൺകുട്ടികൾ കൂടി വന്നു ചേർന്നപ്പോൾ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണത്തിൽ 10 കൂടിയില്ലേ? കൂടാതെ പെൺകുട്ടികളുടെ എണ്ണത്തിലും 10 കൂടി. 10 പെൺകുട്ടികൾ കൂടി വന്നു ചേർന്നപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എന്തായിരുന്നു? എക്സ് ആയിരുന്നു. അതിൻ്റെ കൂടെ 10 കൂടി. ഇനി അതുപോലെ പെൺകുട്ടികളുടെ എണ്ണത്തിൽ എന്ത് കൂടും? 10 കൂടും. 10 പെൺകുട്ടികൾ കൂടി വന്നു ചേർന്നപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എക്സ് പ്ലസ് 10ഉം പെൺകുട്ടികളുടെ എണ്ണം എത്ര? 0.5x കൂടെ ഒരു 10ഉം കൂടി കൂടും. പെൺകുട്ടികളുടെ എണ്ണം 0.5x പ്ലസ് 10. പിന്നെ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ്? 10 പെൺകുട്ടികൾ കൂടി വന്നു ചേർന്നപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം
60%. 10 പെൺകുട്ടികൾ കൂടി വന്നു ചേർന്നപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 60%. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 60%. പെൺകുട്ടികളുടെ എണ്ണം 60%. എപ്പോഴ്? 10 പേര് കൂടി വന്നു ചേർന്നപ്പോൾ. അതായത് ക്ലാസ്സിൽ ഇപ്പം 10 പേരും കൂടെ വന്നു ചേർന്നപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം x+10 എന്തായി? x+10. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം എത്രയായി? 0.5x + 10. അപ്പോൾ ഈ ആകെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ 60% പെൺകുട്ടികളായി മാറിയത്, പെൺകുട്ടികളുടെ എണ്ണം ആയത്. അതായത് ആകെ കുട്ടികളുടെ, അപ്പം നമുക്ക് സമവാക്യം എഴുതാം, ആകെ കുട്ടികളുടെ 60% പെൺകുട്ടികളുടെ എണ്ണം. ഇതാണ് പെൺകുട്ടികളുടെ എണ്ണം. അപ്പം ആകെ കുട്ടികളുടെ, തിരിഞ്ഞു പോരുത്, ആകെ കുട്ടികളുടെ 60% പെൺകുട്ടികളുടെ എണ്ണം. ഉണ്ടോ? ശ്രദ്ധിച്ച് സമവാക്യം രൂപീകരിക്കണം. 0 0 വെട്ടിപ്പോവും. x+10 ഇൻറ്റു, ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 5 വരും. 3/5 = 0.5x + 10 എന്ന് വരും. ഇത് വരിക, പുറത്തോട്ട് എഴുതാം, ഇങ്ങോട്ട് നീട്ടി എഴുതാം. x+10 ഇൻറ്റു 3/5 = 0.5x + 10. ഈ 5നെ അപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 3യെ ഇപ്പുറത്ത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു x+10 = 5 ഇൻറ്റു 0.5x + 10. നമുക്ക് ബാക്കി ഇങ്ങോട്ട് എഴുതാം. ഇൻറ്റു എക്സ് 3x + 3 ഇൻറ്റു 10 30 = 5 ഇൻറ്റു 0.5. 5 5 25. ഒരു സ്ഥാനം ദശാംശം ഉള്ളതുകൊണ്ട് 2.5x എന്ന് കിട്ടും. പ്ലസ് 5 ഇൻറ്റു 10 5 10 50. ഈ എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പം 3x - 2.5x = 50. ഈ 30ന് അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -30. 3ന് 2.5 പോയാൽ അര. അതായത് 3 - 3.0 2.5. എങ്ങനെയാണ് കുറയ്ക്കുന്ന? 10ൽ നിന്ന് 5 പോയാൽ 5, ഇവിടെ 2, 2ൽ നിന്ന് 2 പോയാൽ 0. 0.5x = 50ൽ നിന്ന് 30 പോയാൽ 20. Therefore x = 20/0.5. ഒരു സ്ഥാനം ദശാംശം മാറ്റണം അല്ലേ? ഹരിക്കാൻ പാടാണ്. ഈ ദശാംശം മാറ്റം എന്താ ചെയ്താൽ മതി? മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 20 × 10/0.5 × 10. അപ്പോൾ ഇവിടുത്തെ ആ ദശാംശം അങ്ങ് മാറും. 20 × 10 200 വരും. 0.5 × 10 എത്ര വരും? 5 വരും. അപ്പോൾ എത്ര വരും? 40 വരും. അപ്പം ആകെ കുട്ടികളുടെ എണ്ണം എത്ര? 40. ആകെ കുട്ടികളുടെ എണ്ണം = 40. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ചോദ്യവുമാണ്. അപ്പം 20 പെൺകുട്ടികളും 20 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. 10 പേരൂടെ വന്നപ്പോൾ എത്രയായി? പെൺകുട്ടികളുടെ എണ്ണം 10 കൂടെ വന്നപ്പോൾ 30 പേരായി. അപ്പോൾ പെൺകുട്ടികൾ 10 പേരൂടെ വന്നപ്പോൾ എത്രയായി? 20ഉം 10ഉം 30 പേര്. മൊത്തം കുട്ടികളുടെ എണ്ണം എത്ര? 20ഉം 30ഉം 50ആയി. അപ്പോൾ 50ൽ 30 പേര് പെൺകുട്ടികൾ. അപ്പോൾ അതിൻ്റെ ശതമാനം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 30/50 × 100. കാണിച്ചു തരാം. 30/50 × 100 ഉണ്ടോ? 30 × 2 60%. ഉണ്ടോ? ഇതല്ലേ ഇവിടെ 60% എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 4ാമത്തെ ചോദ്യം.
വീണ്ടും ഒരു പഴം കണക്ക്. ഒരു കുളത്തിൽ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. പറന്നെത്തിയ കിളിക്കൂട്ടം ക്ഷീണമകറ്റാൻ പൂക്കളിലിരുന്നു. ഒരു താമരയിൽ ഒരു കിളി വീതം ഇരുന്നപ്പോൾ ഒരു കിളിക്ക് ഇടമില്ലാതായി. ഒരു താമരയിൽ ഇരുകിളികളായി ചേർന്നിരുന്നപ്പോൾ ഒരു താമര അധികമായി. താമര എത്ര, കിളികൾ എത്ര? അപ്പോൾ ഇവിടെ താമര പൂക്കളുടെ എണ്ണവും കിളികളുടെ എണ്ണവുമാണ് പറയുന്നത്. അപ്പം ഓരോ താമരയിലും ഓരോ താമരപ്പൂവിലും ഓരോ കിളികൾ വീതം ഇരുന്നു. അപ്പം ഇതിപ്പം എന്താണ്, ഫ്ലവറാണ്. ഇത് താമര പൂക്കളാണ്. ഓരോ കിളികൾ വീതം ഇരുന്നു. ഇതിൻ്റെ അകത്തൊരു കിളി, ഇതിൻ്റെ അകത്തൊരു കിളി, അങ്ങനെ കിളികൾ ഇരുന്നപ്പോൾ ഒരു കിളിക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായി. അപ്പോൾ 3 താമരപ്പൂക്കളുണ്ടെങ്കിൽ 3 പേർക്ക് ഇരിക്കാം. പക്ഷേ 4 കിളികളുണ്ടെങ്കിലോ 4 കിളിയും 3 പൂവാണെങ്കിലും ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ വരും അല്ലേ? അപ്പം ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായി. അപ്പം കിളികളുടെ എണ്ണമാണ് കൂടുതൽ. കിളികളുടെ എണ്ണം കൂടുതലായതുകൊണ്ടല്ലേ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായത്. ഓരോ പൂവിലും ഓരോ കിളികൾ വീതം ഇരുന്ന് ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായത് കിളികളുടെ എണ്ണം കൂടുതലും പൂക്കളുടെ എണ്ണം കുറവുമായതുകൊണ്ട്. അപ്പോൾ 2 വീതം 2 പേര് വീതം ഇരിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇതുണ്ട്, 2 കിളികൾ വീതം ഇരുന്ന് 2 കിളികൾ വീതം ഇരുന്നപ്പോഴത്തേക്ക് ഒരു പൂ ഇരിക്കാൻ ആരുമില്ല. ഒരു പൂവിൽ ഇരിക്കാൻ ആരുമില്ല. ഒരു പൂ അധികമായി വന്നു. ഒരു പൂ അധികമായിട്ട് വന്നു. അപ്പോൾ 2 പേര് ഓരോരുത്തർ വീതം ഇരുന്നപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായി. 2 പേര് വീതം ഇരുന്നപ്പോൾ ഒരു പൂ അധികമായി. അപ്പം നമുക്ക് എത്ര താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു, എത്ര കിളികളുടെ എണ്ണം ഉണ്ടായിരുന്നു, ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, ഓരോരുത്തർ വീതം ഇരുന്നപ്പോൾ എന്തു പറ്റി, ഒരാൾക്കിരിക്കാൻ സ്ഥലമില്ലാതെ. അപ്പോൾ കിളികളുടെ എണ്ണമാണ് കൂടുതൽ. കിളികളുടെ എണ്ണം കൂടുതലും താമരപ്പൂക്കളുടെ എണ്ണം കുറവും. അപ്പോൾ താമരപ്പൂക്കളുടെ എണ്ണം നമുക്ക് x എന്നെടുക്കാം. താമരപ്പൂക്കളുടെ എണ്ണം x എന്നെടുക്കാം. അപ്പോൾ കിളികളുടെ എണ്ണം കൂടുതലായതുകൊണ്ടല്ലേ ഓരോരുത്തർ ഇരുന്നപ്പം ഇരിക്കാൻ പറ്റാതെ വന്നത്. അങ്ങനെയെങ്കിൽ കിളികളുടെ എണ്ണം ഇതിനേക്കാൾ 1 കൂടുതൽ. കിളികളുടെ എണ്ണം താമരപ്പൂക്കളിനെക്കാട്ടി 1 കൂടുതൽ. അതുകൊണ്ടാണ് ഒരാൾക്കിരിക്കാൻ സ്ഥലമില്ലാതായത്. അപ്പോൾ 2 പേരിരുന്നു. അപ്പോൾ ഒരു പൂവിൽ 2 പേരിരുന്നു അല്ലേ? ഒരു പൂവിൽ 2 പേരിരുന്നപ്പോൾ എന്താണ്, ഒരു പൂ അധികമായി വന്നു. ഇരട്ടി കിളികൾ ഇരുന്നു. അപ്പോൾ 2 പൂവാകുമ്പോൾ 4 പേരിരിക്കും. 3 പൂവാകുമ്പോൾ 6 പേരിരിക്കും. അപ്പോൾ ഇവിടെ അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ഫ്ലവറിൽ ഒരു പൂവിലിരിക്കാൻ ആളില്ലാതായി. അപ്പം കിളികളുടെ എണ്ണം ഇരട്ടിയായിട്ട് ഒരു പൂവിൽ 2 പേര് വീതം ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു പൂ അധികമായി. ഒരു പൂവിലിരിക്കാൻ ആരും ഇല്ല. 2 വീതം ഇരുന്നപ്പോൾ ഒരു പൂവിലിരിക്കാൻ ആളില്ലാതായി അല്ലേ? അപ്പം നമുക്ക് ഇവിടെ കിളികളുടെ എണ്ണവും താമരപ്പൂക്കളുടെ എണ്ണവും എന്തായി മാറി? ഇവിടെ പൂക്കളുടെ എണ്ണം എന്താണ്, കിളികളുടെ എണ്ണത്തിനേക്കാൾ പകുതിയായി. ഒരു പൂവിൽ 2 പേര്, 2 പൂവിൽ 4 പേര്. അപ്പോൾ ഇവിടെ ഇരട്ടിച്ചല്ലേ? ഒരു പൂവിൽ 2 പേര്, 2 കിളികൾ. 2 പൂവിൽ 4 കിളികൾ. 2 കിളികൾ വീതം ഇരുന്നപ്പോൾ ഒരു താമരപ്പൂവിൽ ഒരു താമരപ്പൂവിൽ 2 കിളികൾ വീതം
വീതം ഇരുന്നപ്പോൾ ഒരു പൂവ് അധികമായി വന്നു. ഒരു പൂവ് അധികമായി. അപ്പോൾ ഒരു പൂവിൽ 2 കിളികൾ വീതം വന്നപ്പോൾ ഒരു പൂവിൽ ഇരിക്കാൻ കിളികളൊന്നും ഇല്ലാതായി. അപ്പോൾ എന്തായിട്ട് മാറി? ഒരു പൂ അധികമായിട്ട് മാറി. അപ്പം ഒരു താമരപ്പൂവിൽ 2 കിളികൾ വീതം ഇരുന്നപ്പോൾ ഒരു പൂ അധികമായി. ഒരു പൂവിൽ 2 പേര്, 2 പൂവിൽ 4 പേര്, 3 പൂവിൽ 6 പേര്. അങ്ങനെ ഈ 2 പേര് വീതം ഇരുന്നപ്പോൾ ഒരു പൂവിലിരിക്കാൻ ആരും ഇല്ലാതായി. ഒരു പൂവിലിരിക്കാൻ ആരും ഇല്ലാതായി. അപ്പോൾ ആ പൂവിനെ നമുക്കങ്ങ് നീക്കാം. അപ്പം കിളികളുടെ എണ്ണം എന്തായിട്ട് മാറി? കിളികളുടെ എണ്ണം എന്താണ്? ഓരോ പൂവിലും 2 വീതം അല്ലേ? അതായത് ഒരു പൂ കുറഞ്ഞ് ഓരോന്നിലും 2 വീതം. എന്താണ്? പൂക്കളുടെ എണ്ണം X ആയിരുന്നു. അതിൽ നിന്ന് ഒരു പൂ നമ്മൾ കുറച്ച് ഓരോന്നിലും 2 വീതം. 2 ഇൻറ്റു x-1 മാറി. കിളികളുടെ എണ്ണം 2 ഇൻറ്റു x-1 മാറി. ഇത് വളരെ ശ്രദ്ധിച്ചാണ്. അപ്പോൾ 2ഇടത്തെയും കിളികളുടെ എണ്ണം തുല്യമാണ് അല്ലേ? കിളികളുടെ എണ്ണത്തിന് മാറ്റമില്ല, അവരിരുന്ന സ്ഥാനത്തിനാണ് മാറ്റം. ആദ്യം ഓരോരുത്തർ വീതം ഇരുന്നപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായി. പിന്നെ 2 പേര് വീതം ഒരു പൂവിൽ ഇരുന്നപ്പോൾ ഒരു പൂ എക്സ്ട്രാ വന്നു, അധികമായി വന്നു. അപ്പോൾ നമുക്ക് കിളികളുടെ എണ്ണം തുല്യതപ്പെടുത്താം. x+1 സമം, അങ്ങനെ സമവാക്യം എഴുതാം. x+1 സമം 2 ഇൻറ്റു x-1. x+1 സമം ബ്രാക്കറ്റ് തുറന്നാൽ 2x 2 ഇൻറ്റു -1 -2. x+1 സമം 2x - 2. ഈ എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോവുക, ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ 1 + 2 സമം 2x - x. 3 സമം x. സമം പൂക്കളുടെ എണ്ണം കിട്ടി. എത്ര? 3. താമര പൂക്കളുടെ എണ്ണം സമം 3. താമരപ്പൂക്കൾ 3 ഉണ്ടായിരുന്നു. താമരപ്പൂക്കൾ 3. അപ്പോൾ കിളികളുടെ എണ്ണം എന്താ? ഇതിനേക്കാൾ 1 കൂടുതൽ. അതായത് 3 1 4. കിളികളുടെ എണ്ണം സമം 3ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 4. അതല്ലേ? അപ്പം 3 പൂവ് 4 കിളികൾ ഉണ്ടാ? 3 പൂവേ ഉള്ളു. അപ്പോൾ 3 പേര് ഇരുന്നപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. പിന്നെ 2 പേര് ഇരുന്നപ്പോൾ ഒരാൾ ഒരു പൂ അധികമായിട്ട് വന്നു. മനസ്സിലായോ? അപ്പം 3 പേരായതുകൊണ്ടാണ് 4 കിളികളും 3 പൂവും, 4 കിളികളും 3 പൂവും. അപ്പം 4ാമത്തെ കിളിക്കിരിക്കാൻ സ്ഥലമില്ലാതായത് ഓരോരുത്തരിരുന്നുണ്ട്. പക്ഷേ 2 പേരിരുന്നപ്പോഴോ ഇവിടെ കിളികൾ 4 ഉള്ളൂ. അപ്പോൾ 3 പൂ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു പൂ അധികമായിട്ട് വന്നു. മനസ്സിലായല്ലോ? ഇവിടെ വരുന്ന ആ റിലേഷനാണ്, ആ ബന്ധമാണ് നമ്മൾ ശരിയായിട്ട് എഴുതി സമവാക്യം രൂപീകരിക്കുന്നു. ഈ ലെസൺ തന്നെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ പഠിച്ചെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് ചെയ്ത 2 കണക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.